പാശ്ചാത്യ സംസ്കാരങ്ങൾ, കൊളോണിയൽ വൽക്കൃത സമ്പ്രദായങ്ങളൊക്കെ തലപൊക്കി നിന്നൊരു കാലത്ത് വെസ്റ്റിൽ നിന്നുള്ള ഒരാൾ അറബ് രാഷ്ട്രങ്ങളിലൂടെ സഞ്ചരിച്ച് അറേബ്യക്കാരുടെ കൾച്ചറുകൾ സ്വാധീനപ്രകാരം ഇസ്ലാമിൻ്റെ ശാബ്ദത്തിലെ തീരത്തേക്ക് കടന്നു വരുന്നു. തൻ്റെ ഇസ്ലാമിലേക്കുള്ള ആ ഒരു കൺവേർഷനെ കുറിച്ച് മുഹമ്മദ് അസദ് എന്ന പ്രസിദ്ധനായ ഇസ്ലാമിക് സ്കോളർ 1934 പുറത്തിറക്കിയ ദ റോഡ് ടു മെക്ക എന്ന പുസ്തകത്തിലൂടെ ഈ ഒരു തീമിന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, ഐ വാസ് നോ ലോങ്ങർ എ മാൻ ഫ്രം ദ വെസ്റ്റ് സെർച്ചിങ് ഫോർ ദ ഈസ്റ്റ്, ഐ വാസ് എ മുസ്ലിം ഹു ഹാഡ് ഫൗണ്ട് ഹിസ് ഹോം ഇൻ ഇസ്ലാം. ഇത്രയും കാലം വെസ്റ്റിൽ നിന്നും വന്ന് ഈസ്റ്റിനെ കുറിച്ച് പഠിക്കാൻ നിന്ന ഒരാളായി എന്നതിലുപരി ഞാൻ പിന്നീട് മാറുകയായിരുന്നു. എന്തിലേക്ക്? ഒരു സ്വന്തം ഭവനം കണ്ടെത്തിയ ഒരു മുസ്ലിമിൻ്റെ പരിവേഷത്തിലേക്കുള്ള ഒരു കൺവേർഷനായിരുന്നു ഞാൻ ആ രാജ്യങ്ങളിലൂടെ, അറേബ്യ രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിന്ന് മുഹമ്മദ് അസദ് എന്ന പ്രസിദ്ധനായ അദ്ദേഹത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ മുഹമ്മദ് അസദ് എന്നുള്ളത് ഏകദേശം 1900 ജനിച്ച് 1992 മരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു മുസ്ലിം പരിവർത്തനത്തിനായി ഉഴിഞ്ഞിട്ട ജീവിതം എന്ന് പറയാം. 1924 അദ്ദേഹം ഫലസ്തീനിൽ യാത്ര ചെയ്യുകയാണ്. ഫലസ്തീൻ യാത്രയിലാണ് അദ്ദേഹത്തിന് കൂടുതലായി ഇസ്ലാമിനെ ആകർഷിക്കുകയും അവരുടെ മുസ്ലിങ്ങൾ അടുത്ത് ഇടപഴകാനുള്ള അവസരം ലഭിക്കുന്നത്. അങ്ങനെ ഇസ്ലാമിനെ മനസ്സിലാക്കി, യഥാർത്ഥ മുസ്ലിമിനെ മനസ്സിലാക്കി 1926 ലിയോപോൾ വൈസ് എന്ന യഹൂദ മതസ്ഥൻ ഇസ്ലാമിലേക്ക് സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ലിയോപോൾ, അതായത് ലിയോ എന്നുള്ള ആ പേരിൽ നിന്ന് മുഹമ്മദ് അസദ് എന്നതിൽ ചേർത്തി വായിക്കുകയാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് അസദ് എന്നൊരു പേര് വരുന്നത്. ദ റോഡ് ടു മക്ക, അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയായ ദ റോഡ് ടു മക്ക എന്നുള്ളത് പിന്നീട് മക്കയിലേക്കുള്ള പാത എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം മലയാളികൾ കൂടുതൽ ആകർഷണീയത അറിയപ്പെട്ടു. ഇസ്ലാമിക ചരിത്രം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നീതിശാസ്ത്രത്തെ വ്യക്തമായി പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമായിട്ട് വിമർശകർ പോലും അതിനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. മാൽക്കം എക്സ് ഒക്കെ അതിനെ കുറിച്ച് വായിച്ചിട്ടാണ് ഇസ്ലാമിലേക്ക് സ്വാധീനമുണ്ട്, ആകർഷണീയത വരുത്തിയത്. അദ്ദേഹത്തിന്റെ യാത്ര ആ മക്കയിലേക്കുള്ള പാത എന്ന യാത്ര വായിക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതലായിട്ട് ഇസ്ലാമിനെ തിരിച്ചറിയാനും ഇസ്ലാമിനെ പരിചയപ്പെടാനും ഒരു തുണയായി എന്നിട്ട് ആ പുസ്തകത്തിന് പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ആ റോഡ് ടു മക്കയെ കുറിച്ച് പറയുമ്പോഴേ അതിൻ്റെ ആ ടൈറ്റിലിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, ദ റോഡ് ടു മക്ക ഫ്രം വെയർ, ആ പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് താൻ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് മാറിയത്, ഈ അറബ് രാജ്യങ്ങളുടെ സ്വാധീനം എങ്ങനെയാണ് തന്നെ ഒരു മുസ്ലിമാക്കി മാറ്റിയത്, അതൊക്കെ എന്നതിനെ ഉദ്ദേശിക്കുന്നത്. അതെ, അതിൻ്റെ രീതികൾ തന്നെ അതൊരു യഥാർത്ഥത്തിൽ ഒരു ആത്മകഥയാണെന്നാണ്. പക്ഷേ അത് ഇങ്ങനെ മെൻഷൻ ചെയ്തത് ഇങ്ങനെ ജീവിത യാഥാർത്ഥ്യങ്ങളെ തേടി യഥാർത്ഥ ഇസ്ലാമിക പാതയിലേക്ക് എത്തുന്ന ആൾക്ക് അതൊരു ആത്മകഥ എന്നുള്ള പുസ്തകമല്ല, അതൊരു ഇസ്ലാമിൻ്റെ പ്രഥമ രേഖ, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം. എങ്ങനെ പരിചയപ്പെട്ടു അത്തരത്തിലുള്ളൊരു പുസ്തകമായിട്ടാണ് അദ്ദേഹം എഴുതി വെക്കുന്നത്. സാഹിത്യത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ചിന്തകളിലാണെങ്കിലും പ്ലാറ്റോനെ പോലത്തെ, അരിസ്റ്റോട്ടലിനെ പോലത്തെ ആളുകളുടെ തിയറികൾ മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ പുസ്തകത്തിൽ. ഇതാണ് വെറും ഒരു എന്നതിലുപരി മാറുന്നതിലൂടെ കൃത്യമായ സച്ചരിതമായ പാതയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്നുള്ളത്. മുഹമ്മദ് അസദിന്റെ കുറെ കൃതികളും കുറെ വർക്കുകളൊക്കെ എന്താ പറയാ, ഇപ്പോൾ ട്രഡീഷണൽ ഇസ്ലാം അല്ലെങ്കിൽ റിജിഡ് ആ ഒരു ഇസ്ലാം എന്നതിൽ നിന്ന് മോഡേണിറ്റിയോട് ടച്ച് ചെയ്ത്, അല്ലെങ്കിൽ ഈ എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷണലിസം, ഡെമോക്രസി എന്നിവ ടച്ച് ചെയ്ത് കൊണ്ടുപോകുന്ന വേറിട്ടൊരു രീതിയാണ്. പണ്ടത്തെ കാലത്തൊക്കെ പുസ്തകങ്ങൾ എഴുതുമ്പോൾ അതൊരു പണ്ടത്തെ ശൈലി മാത്രം പിന്തുടരുന്ന ഇസ്ലാമിനെ ചിത്രീകരിക്കുമ്പോൾ മതങ്ങളെ കുറിച്ചൊക്കെ എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഖുർആൻ ട്രാൻസ്ലേഷൻ, അതൊക്കെ പണ്ടത്തെ ആൾക്കാരൊരു ഖുർആൻ അല്ലെങ്കിൽ ഒരു മത പുസ്തകങ്ങൾ തർജ്ജമ ചെയ്യുമ്പോൾ, ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം പണ്ടത്തെ ഒരു ശൈലിയാണ് യൂസ് ചെയ്യല്. അതേസമയം മുഹമ്മദ് അസദ് തെരഞ്ഞെടുത്ത രീതി തന്നെ വേറെയാണ്. ഒരു മോഡേണൈസ്ഡ് ആയിട്ട് ഇന്നത്തെ കാലത്തെ ആളുകൾ കൂടി ഇതിന് വായനക്കാരാണെന്ന് മനസ്സിലാക്കി അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഓരോ എഴുത്തുകൾ വന്നത്. അദ്ദേഹത്തിന്റെ മകൻ തലാലസിന്റെ സൃഷ്ടികളും അപ്രകാരം തന്നെയാണ്. തലാലസിന്റെ പ്രസിദ്ധമായ വാക്കെന്നെടുത്ത ഇസ്ലാമിക് ഡിസ്കോഴ്സ് ട്രഡീഷൻ, തലാലസത് പറഞ്ഞു വെക്കുന്നത് തന്നെ ഇസ്ലാമിക വ്യവഹാരിക പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞു വെക്കുന്നത് തന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്തല്ല, റിജിഡ് അല്ല, അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ആശയമല്ല ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വർക്കുകളിലൂടെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഓരോ സ്ഥലങ്ങൾക്കനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മാറുന്നു, അടിസ്ഥാനം നിന്നിട്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മാറുന്നു, പുതിയ പുതിയ ആശയങ്ങൾ വരുന്നു.
നമ്മൾ നോക്കിയാൽ തന്നെയല്ല ഇന്ത്യയിലെ ഇസ്ലാം അല്ല ചിലപ്പോൾ ഇന്തോനേഷ്യയിലെ ഇസ്ലാം, അമേരിക്കയിലെ ഇസ്ലാം, അത് വേറെ. അവരുടേതായ രീതിയിൽ അവരുടെ ആശയങ്ങളും വിശ്വാസങ്ങളും കൂടെ പിടിച്ച് ഇസ്ലാമിനെ നെഞ്ചിലേറ്റുന്ന, അതായത് ഇപ്പം നമ്മുടെ തലാൽ അസദ് പറഞ്ഞല്ലോ, അപ്പം മുഹമ്മദ് അസദ് എന്താണോ ഇസ്ലാമിനെ നെഞ്ചിലേറ്റിയത് അത് നേരെ തലാൽ അസദിലൂടെ സ്വന്തം മകനിലൂടെ പ്രാവർത്തികമാക്കുകയാണ്. അച്ഛൻ്റെ ഒരു പകർപ്പാണ് മകൻ, കൃത്യമായൊരു ശൈലിയാണ് പറയാറുണ്ടല്ലോ അല്ലേ. ഈ ഷെർമൻ ജാക്സനെ പോലത്തെ അമേരിക്കൻ ബ്ലാക്ക് സ്കോളേഴ്സൊക്കെ ഈ ഡെമോക്രസിയെ ഇസ്ലാമിലേക്ക് സ്വീകരിക്കാൻ പറ്റുമോ, മതേതരത്തെ ഇസ്ലാമിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചർച്ചകളിലൂടെ പറഞ്ഞു വെക്കുമ്പോൾ തലാലസിനെ പോലത്തെ അലി മുഹമ്മദിൻ്റെ വർക്കുകൾ കുറേ മെൻഷൻ ചെയ്ത് പറയുന്നതായിട്ടൊക്കെ കാണാം. സോ അതൊക്കെ സൂചിപ്പിക്കുന്നത് തന്നെ ആയിരിക്കും മോഡേണിറ്റി എന്ന് പറയുന്ന ഒരു കാലത്ത് സിൻഫുള്ളായി കണ്ടിരുന്ന ഒരു സാധനം പിന്നീട് ഇങ്ങനെ ചെയ്താലേ ഇസ്ലാമിൽ ഇതാക്കുള്ളൂ. പിന്നീട് എന്തായി മാറി, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി. പണ്ട് മുതലുള്ള ചർച്ചയാണ് അവർ അങ്ങനെ ഇസ്ലാമിനെ മനസ്സിലാക്കണം എന്ന് കുറേ ആൾക്കാർക്ക് നിർബന്ധമായി തുടങ്ങി. സോ അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു തുടക്കമായിട്ട് വേണമെങ്കിൽ മുഹമ്മദ് അസദിൻ്റെ പ്രധാനപ്പെട്ട ഖുർആൻ ട്രാൻസ്ലേഷനൊക്കെ നമുക്ക് കാണാവുന്നതാണ്. പണ്ട് മുതലേ വരുന്ന ചർച്ചകളാണ് എന്ത് ഖുർആനും ശാസ്ത്രം എന്നുള്ളത്. അത്തരത്തിൽ ഇന്ന് കണ്ടെത്താത്ത കുറേ ശാസ്ത്രീയ കാര്യങ്ങൾ ഖുർആനിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ മുഹമ്മദ് അസദിൻ്റെ വർക്കുകൾ ഈ ഖുർആൻ ട്രാൻസ്ലേഷനൊക്കെ പറഞ്ഞാൽ കുറച്ച് ഈ തിയോളജി എന്നതിലുപരി കുറച്ചുകൂടി ആന്ത്രപ്പോളജിക്കലാണല്ലേ. സ്വാഭാവികമായിട്ടും ഒരു ജേർണലിസ്റ്റ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് തന്നെ കൾച്ചറൽ യാത്രകളിലൂടെ സ്ഥലങ്ങൾ കണ്ടറിഞ്ഞ് സംസ്കാരത്തെ മനസ്സിലാക്കി ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ചെയ്യുന്നുണ്ട്. ഓരോ സംസ്കാരങ്ങളും ഇന്ന ആൾക്കാർ രീതികൾ, വസ്ത്രശൈലികൾ, അവർ കൊണ്ടുവരുന്ന ആചാരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എത്ര കാലം ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നോ അത്രയും കാലം അവരുടെ ആ ഒരു ദൈവത്തിലേക്കുള്ള ഒരു പരിധിയുമില്ലാത്ത സമർപ്പണം, മറ്റുള്ളവർക്കുള്ള പരസ്പര സഹായം, ഇസ്ലാം എന്ന മതത്തിലൂടെ അവർ പരസ്പരം സ്വീകരിക്കുന്ന വഴികൾ, അതൊക്കെ എന്നെ ഇസ്ലാമിലേക്ക് സ്വാധീനിക്കുന്നു റോട്ട് മക്കയിലൊക്കെ പറഞ്ഞേക്കുന്നത് പോലെ തന്നെ. സോ ദ ഇൻഹെറിറ്റൻസ് ഓഫ് മുഹമ്മദ് അസദ്, അദ്ദേഹം ബാക്കി വെച്ച ശേഷിപ്പുകൾ കുറച്ചൊന്നും അല്ലാന്ന് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലാണെങ്കിലും ചിന്തകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ തിയറികളിലാണെങ്കിലും അല്ലേ, അത് ഇന്നത്തെ കാലത്ത് എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ളതാണ്. എല്ലാ എഴുത്തുകാരും ചരിത്രകാരന്മാരും ഒരേപോലെ വീക്ഷിക്കുന്ന പ്രധാനികൾപ്പെട്ട ഒരു പ്രധാനിയായിട്ടാണ്. അതെ അതെ, അക്കാഡമിയിലൊക്കെ ഉണ്ടാകുന്ന ഇസ്ലാമിനെ കുറിച്ചുള്ള പല ചർച്ചകളിലും തലാൽ അസദിൻ്റെയും മുഹമ്മദ് അസദിൻ്റെയും പേരുകളൊക്കെ ഒരേപോലെ മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട്. പറയുമ്പോൾ ഡിസ്കോസിൽ പറഞ്ഞതുപോലെ തന്നെ പ്രാദേശികമായിട്ട് സ്വാധീനത്തിലൂടെ ഇസ്ലാം മാറുന്നുണ്ട്, റിജിഡല്ല. അതുപോലെ തന്നെ കാലത്തിൻ്റെ ആ ഒഴുക്കിലൂടെ ഇസ്ലാം മാറുന്നുണ്ട് അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ അസ്ല് വിടാതെ സത്ത നഷ്ടപ്പെടാതെ മാറുന്നുണ്ട്. ആ ആശയങ്ങളൊക്കെ ഇന്നും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വിഷയത്തിലൊക്കെ കുറേ ചർച്ചകൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇതിനൊക്കെ വഴി നടത്തുന്ന ഇത്തരത്തിലുള്ള എഴുത്തുകാരുടെ അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെയാണ് ഇങ്ങനത്തെ ചർച്ചകൾ കൂടുതലായിട്ട് ഇന്നത്തെ അക്കാദമിക് വേൾഡുകളിലൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതും. ഇനിയും മുഹമ്മദ് അസദിനെ കുറിച്ച് കുറേ ചർച്ച ചെയ്യാനുണ്ട്, കുറേ പറയാനുണ്ട്. മുഹമ്മദ് അസദിൻ്റെയും തലാൽ അസദിൻ്റെയും ഒക്കെ വർക്കുകൾ. സോ ഇൻഹെറിറ്റൻസ് ഓഫ് മുഹമ്മദ് അസദ് നമുക്ക് എന്നോട് അവസാനിപ്പിക്കാം.